കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ചിക്കൻ ഉണ്ടായിരുന്നത് കൊണ്ട് ഒരു ദിവസം ചിക്കൻ ബിരിയാണിയും ഒരു ദിവസം ചിക്കൻ കറിയൊക്കെ ആയിട്ട് കഴിഞ്ഞ 2-3 ദിവസം അങ്ങ് പോയതറിഞ്ഞില്ല. ഇത് വീണ്ടും പഴയ പടി തന്നെ തുടങ്ങി എന്തുണ്ടാക്കണമെന്നുള്ള ആലോചന. അപ്പോൾ കുറച്ച് പയർ കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പയർ തോരനാക്കാമെന്ന് വിചാരിച്ചിട്ട് പയറിന് അരിയാനെടുത്തപ്പോൾ ഭയങ്കര കൊതുകും പിന്നെ കത്തിക്ക് മൂർച്ചയില്ല. പിന്നെ ഞാനൊരു കൊതുക് തിരി കത്തിച്ച് വെച്ചു. ഇവിടെയാണെങ്കിൽ ഇപ്പോൾ ഡെങ്കിപ്പനിയുടെയൊക്കെ സീസൺ തുടങ്ങി വരുന്നതേ ഉള്ളൂ. അതുകൊണ്ട് പേടിച്ചങ്ങ് കത്തിച്ച് വെച്ചു കേട്ടോ. പിന്നെയാണെങ്കിൽ കത്തിക്ക് നാട്ടിലൊക്കെ മൂർച്ച വരുന്നതിന് വേണ്ടിയിട്ട് മാർക്കറ്റിൽ ഒരു സാധനം വാങ്ങാൻ കിട്ടും. നമ്മുടെ നാട്ടിലൊക്കെ അരോ എന്ന് പറയും. നിങ്ങളവിടെ എന്ത് പറയുന്നു എന്ന് എനിക്കറിയില്ല കേട്ടോ. ഇവിടെ പിന്നെ ആ സാധനമൊന്നും കണ്ടിട്ടില്ലാത്തതുകൊണ്ട് വേറൊരു കത്തി വെച്ച് ഉറച്ചപ്പോൾ നല്ല മൂർച്ച വന്നു കേട്ടോ. പിന്നെ ഞാൻ പയറിന് തോരനൊക്കെ അരിഞ്ഞെടുത്തു. പിന്നെ ഈ ഒരു ചിരവ ഭയങ്കര യൂസ്ഫുൾ ആണ്. കുറച്ച് സ്ഥലമുള്ളവർക്കും തറയിൽ ഇരിക്കാൻ വയ്യാത്തവർക്കും ചിലർക്ക് ഈ സ്ലാബിലൊക്കെ ഭയങ്കര വീതിയായിരിക്കും. അപ്പോൾ നമ്മുടെ സാധാരണ ഫിറ്റ് ചെയ്യുന്ന ചിരവ വയ്ക്കാൻ പറ്റില്ല. അപ്പോൾ പിന്നെ ഇതാണെങ്കിൽ നല്ല എളുപ്പമാണ്. അങ്ങനെ തേങ്ങയൊക്കെ തിരുക്കി നമ്മുടെ തോരനിട്ടു. പിന്നെ ഇതിനിടയ്ക്ക് വെണ്ടയ്ക്കയും കത്തിരിക്ക് ഞങ്ങൾ ഇടാറുണ്ട്, ചില ആൾക്കാർ അങ്ങനെ ഇടാറില്ല. അങ്ങനെ അത് രണ്ടും കൂടെ എടുത്ത് മെഴുക്കുവരട്ടിക്കും ആക്കി ചോറ് റൈസ് കുക്കറിൽ നിന്ന് എടുത്ത് തിളപ്പിക്കാനും വെച്ചു. പിന്നെ കുറച്ച് രസം അങ്ങ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ സാധാരണ ഈ തക്കാളി നന്നായിട്ട് വഴറ്റിയെടുത്ത് അതിലോട്ട് ഈ പൊടികളെല്ലാം ഇട്ടിട്ടാണ് രസം ഉണ്ടാക്കാറ്. അങ്ങനെ പൊടികളുടെ പച്ചമണം എല്ലാം മാറി വരുമ്പോൾ അതിലോട്ട് പുളിവെള്ളവും പിഴിഞ്ഞൊഴിച്ച് അതൊന്ന് തിളച്ച് വരുമ്പോൾ കായപ്പൊടിയും പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് ഒന്നുകൂടെ ഒന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ അടിപൊളി രസവും റെഡിയായി. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ നമ്മുടെ ഉച്ചയൂണിൻ്റെ കറികൾ. നിങ്ങൾക്ക് എന്തായിരുന്നു?